അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, എങ്ങനെയാണ് എക്സ് മുസ്ലിങ്ങളും ക്രിസ്സംഖ്യകളും ഇസ്ലാമിനെ അവഹേളിക്കാൻ വേണ്ടി ഇല്ലാ കഥകൾ സൃഷ്ടിച്ചുണ്ടാക്കി ഇസ്ലാമിനെ തേജോവധം ചെയ്യുന്നത് എങ്ങനെയാണ്, ഇസ്ലാമിനെ അവഹേളിക്കുന്നത് എങ്ങനെയാണ് എന്ന് തെളിവ് അടക്കം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത്. അതിനു മുൻപായിട്ട് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി, ആ വ്യക്തിയെ നമുക്ക് മിസ്റ്റർ എക്സ് എന്ന് വിളിക്കാം. മിസ്റ്റർ എക്സ് എന്ന വ്യക്തി, അദ്ദേഹം ഒരു ജനസമ്മതനായിട്ടൊരു മനുഷ്യനാണ്. ഏകദേശം 1,00,000-ഓളം ആളുകൾ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ. അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തുകയാണ്. ആ പ്രഭാഷണം അദ്ദേഹം തൻ്റെ അച്ഛനെ കുറിച്ചാണ് പറയുന്നത്. അച്ഛൻ മരണപ്പെട്ടു പോയി. അദ്ദേഹം ആ നല്ല നാളുകളെ അയവിറുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ അച്ഛൻ പട്ടികളോട് വളരെ സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിനൊരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടി ചത്തുപോയി. അപ്പോൾ അച്ഛൻ മാർക്കറ്റിൽ പോയി വേറൊരു പട്ടിയെ വാങ്ങിക്കൊണ്ടുവന്നു. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് അതിനെ കെട്ടിയിട്ടിട്ട് അച്ഛൻ അകത്തേക്ക് കിച്ചണിലേക്ക് പോയി വെള്ളം എടുക്കാൻ വേണ്ടി പട്ടിക്ക് കൊടുക്കാൻ. വെള്ളവും എടുത്ത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് പട്ടി കയറ് പൊട്ടിച്ചുകൊണ്ട് രക്ഷപ്പെട്ട കാര്യം അച്ഛൻ മനസ്സിലാക്കുന്നത്. കുറേ കഴിഞ്ഞതിന് ശേഷം അയൽവക്കത്തുള്ള സ്ത്രീ എൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ആ സ്ത്രീ മാർക്കറ്റിലായിരുന്നു. മാർക്കറ്റിൽ പോയി വന്നതിന് ശേഷം ആ സ്ത്രീ കാണുന്നത്, ആ സ്ത്രീയുടെ ആടിനെ ഏതോ വന്യമൃഗം വന്ന് കടിച്ച് പരിക്കേൽപ്പിച്ച് പോയി എന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അച്ഛന് മനസ്സിലായി, ആ ആടിനെ കടിച്ചത് ആ പട്ടിയായിരുന്നു. ഇതാണ് സംഭാഷണം. അപ്പോൾ ഈ സംഭാഷണത്തിൻ്റെ തുടക്കത്തിൽ എൻ്റെ അച്ഛൻ എന്ന വാക്കും ഈ സംഭാഷണത്തിൻ്റെ അവസാനത്തിലെ ഭാഗം പട്ടിയായിരുന്നു എന്ന വാക്കും കൂടി എടുത്ത് യോജിപ്പിച്ചിട്ട് എൻ്റെ അച്ഛൻ പട്ടിയായിരുന്നു എന്ന് ഒരു വീഡിയോ ചെയ്ത് സമൂഹ മധ്യത്തിൽ അതിനെ പ്രസിദ്ധീകരിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുന്നു? ഈ ചോദ്യത്തിന് 100% ആളുകളും നോവേ, ആരും അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറയും. എന്നാൽ നിങ്ങൾക്ക് തെറ്റി, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ആ ചെയ്യുന്ന വ്യക്തി ഒരു പക്ഷേ പൊതുജനത്തിൽ ജനസമ്മതനായിരിക്കാം, ഒരു നല്ല കുടുംബ ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തിയായിരിക്കാം. എന്നാൽ സൈക്കോളജിക്കലി, മനഃശാസ്ത്രപരമായിട്ടുള്ള അത്തരം വ്യക്തികളെ അപഗ്രഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അത്തരം വ്യക്തികൾ അവർ പുറമ്പോക്ക് ബീജത്തിൽ ജനിച്ചവരായിരിക്കും. ഒന്നുകിൽ ആ വ്യക്തിയുടെ മാതാവിനെ ഈ കുമ്പസാരത്തിനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ അവരുമായി ചുറ്റുപാട് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പള്ളിക്കൽ അച്ഛൻ്റെ ബീജത്തിൽ ജനിച്ചതായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ അവരെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് വന്ന ആ സ്ത്രീയെ ബലാത്കാരമായി കൊണ്ട് ആ സ്ത്രീയിൽ ജനിച്ചതായിരിക്കാം ഈ കുട്ടി. എന്നിട്ട് ആ സ്ത്രീയോട് ഈ ബലാത്കാരം ചെയ്ത വ്യക്തി പറയുകയാണ്, മിണ്ടരുത്, മിണ്ടിക്കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തെ ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സഹായയായി ഈ സ്ത്രീ ഒരു പുറമ്പോക്ക് ബീജത്തിന് ജന്മം നൽകുന്നു. മൂന്നാമതായിട്ട്, സ്നേഹം നടിച്ചു വരുന്ന കസിൻസ് ചിലപ്പോൾ ഈ പുറമ്പോക്ക് ബീജത്തിൽ നിന്ന് കുട്ടിക്ക് ജന്മം നൽകും. ഇങ്ങനെ 3 തരത്തിൽ പുറമ്പോക്ക് ബീജത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സമൂഹ മധ്യത്തിൽ വന്നുകൊണ്ട് ഇതുപോലെ പറയാൻ, അതായത് ഒരു വ്യക്തിയെ അവഹേളിക്കാൻ, സമൂഹത്തിൽ ജനങ്ങൾക്കറിയാം ഇയാൾ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് അറിയാം. അങ്ങനെ പച്ചക്കള്ളം പറയാൻ ധൈര്യപ്പെടുന്നവൻ പുറമ്പോക്ക് ബീജത്തിൽ ജനിച്ചവനായിരിക്കും. അത്തരത്തിൽ കട്ട് ചെയ്ത് കള്ള വീഡിയോ പ്രചരിപ്പിക്കുന്ന വ്യക്തിക്ക് നന്നായിട്ടറിയാം, ഈ വീഡിയോ ഞാൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ എന്നെ നായിൻ്റെ മോനെ എന്ന് വിളിക്കും. അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛനെ നായി എന്നും ഇദ്ദേഹത്തിൻ്റെ മോനെന്ന് വിളിക്കും എന്ന് ഈ വീഡിയോ പ്രസിദ്ധീകരിക്കുന്ന വ്യക്തിക്ക് നന്നായി അറിയാം. തൻ്റെ അമ്മയെ ജനങ്ങൾ വേശ്യ എന്ന് വിളിക്കും എന്നും അദ്ദേഹത്തിന് അറിയാം. എന്നിട്ടും അദ്ദേഹം വീഡിയോ പ്രസിദ്ധീകരിക്കാൻ, ഇത്തരത്തിൽ കട്ട് ചെയ്തുണ്ടാക്കിയിട്ടുള്ള വീഡിയോ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാവുകയാണ് യൂട്യൂബിൻ്റെ വരുമാനത്തിന് വേണ്ടിയിട്ട്. അങ്ങനത്തെ വ്യക്തികളും ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. സ്വന്തം മാതാവിനെ ഒരാൾ വേശ്യ എന്ന് വിളിക്കുന്നതിലോ പിതാവിനെ നായി എന്ന് വിളിക്കുന്നതിലോ ഒരു വിഷമവും അവർക്കില്ല. അത്തരത്തിലൊരു വ്യക്തിയെ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. അതാണ് ഈ ചിത്രത്തിൽ കാണുന്ന അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ വിഷയം പച്ചയായിട്ട് പറയുമ്പോൾ, സഹോദരങ്ങളെ, നിങ്ങൾ എന്നോട് ധാർമ്മിക രോഷം കൊള്ളേണ്ട ആവശ്യമില്ല. എൻ്റെ അച്ഛൻ പട്ടിയാകുന്നു എന്ന് പറഞ്ഞതിന് തുല്യമാണ് ഈ പ്രവൃത്തിയാണ് ഈ അനിൽ കൊടിത്തോട്ടം ചെയ്തിരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തെളിവ് അവതരിപ്പിക്കുകയാണ്. ആ തെളിവ് എന്തെന്നാൽ, ഇദ്ദേഹം MM അക്ബർ സാഹിബിന്റെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഞാൻ ഇടയ്ക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട MM അക്ബർ സാഹിബിനെയാണ്. വളരെ
എം അബ്ബർ സാഹിബ്. അങ്ങനെയാണ് സൈനബും സയ്യിദും തമ്മിൽ വിവാഹിതരാകുന്നത്. ആ വിവാഹം നടന്ന് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി അവരുടെ വീട്ടിലേക്ക് പോയപ്പോ അവരുടെ തുണി പൊങ്ങിയത് കാണുകയും അങ്ങനെ അവരുടെ സൗന്ദര്യത്തെ കണ്ട് സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിനോട് വിവാഹമോചനം ചെയ്യാൻ പറയുകയും അങ്ങനെ ആ വിവാഹമോചനം ചെയ്തതിന് ശേഷം മുഹമ്മദ് നബി സ്വീകരിക്കുകയും ചെയ്തു. ഈ വീഡിയോ ഏകദേശം 8 വർഷങ്ങൾക്ക് മുൻപ് 2016 ഇരിട്ടി എന്ന സ്ഥലത്ത് സ്നേഹസംവാദം എന്ന പേരിൽ അക്ബർ സാഹിബ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന 2 ചില്ലാനം മണിക്കൂറുള്ള ചോദ്യോത്തരത്തിൽ നിന്ന് ഇദ്ദേഹം ഒരു ചെറിയ ഭാഗം അടർത്തിയെടുത്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഏകദേശം 17,000 ആളുകൾ കണ്ടു. 17,000 ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ അനിൽ കൊടിത്തോട്ടത്തിന് കഴിഞ്ഞു, വെറും യൂട്യൂബിന്റെ വരുമാനത്തിന് വേണ്ടിയിട്ട്. 10 വെള്ളിക്കാശിന് വേണ്ടി യേശുവിനെ ഒറ്റിക്കൊടുത്ത ജൂദാസിന്റെ പണിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇദ്ദേഹം അക്ബർ സാഹിബിന്റെ വീഡിയോ കാണിച്ചുകൊണ്ട് പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുണി പൊന്തിയപ്പോൾ സൈനബ റളിയല്ലാഹു അൻഹയെ നഗ്നയായി കാണുകയും അങ്ങനെ വിവാഹം കഴിച്ചു എന്നാണ് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. അക്ബർ സാഹിബ് പറയുന്നത് നമ്മുടെ സൈനുവിനെ മാണിക്യ കൊട്ടാരത്തിലെ ചക്രവർത്തിയായ മാനവരിൽ മഹോന്നതനായ എക്കാലഘട്ടത്തിലെയും മനുഷ്യരാശിയുടെ മാതൃകാ പുരുഷനും ഒക്കെ ആയ മുഹമ്മദ് തുണി പൊങ്ങി കണ്ടു. എന്നാൽ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എം അക്ബർ സാഹിബ് പറയുന്നത് ക്രിസംഗികളും അതേപോലെ തന്നെ എക്സ് മുസ്ലിങ്ങളും ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കുന്നു എന്ന് പറയാനാണ് അക്ബർ സാഹിബ് തന്റെ വീഡിയോയിൽ ശ്രമിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ എക്സ് മുസ്ലിങ്ങളും പിന്നെ ക്രിസംഗികളും പറയുന്നു, പ്രവാചകൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ സയ്യിദ് അവിടെ ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ പുറത്തു നിൽക്കുന്ന സമയത്ത് കാറ്റടിച്ചപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാലയുടെ കർട്ടൻ നീങ്ങി, അതാണ് തുണി പൊന്തി എന്ന് പറയുന്നത്. കർട്ടൻ നീങ്ങി കഴിഞ്ഞപ്പോൾ അകത്ത് സൈനബ് റളിയല്ലാഹു അൻഹയെ നഗ്നയായ റസൂൽ കാണുകയും അങ്ങനെയാണ് റസൂൽ സ്വന്തം വളർത്തുമകനോട് തലാഖ് ആവശ്യപ്പെടുകയും അങ്ങനെ തലാഖ് ചെയ്തതിനു ശേഷം റസൂൽ കല്യാണം കഴിക്കുകയും ചെയ്തു എന്ന് ക്രിസംഗികൾ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നു. ഇതിന് ഇസ്ലാമിന്റെ ഒരു പ്രമാണങ്ങളിലും തെളിവില്ല, ഇതൊക്കെ വെച്ചുണ്ടാക്കിയിട്ടുള്ള കഥകളാണ് എന്ന് പറയാനാണ് അക്ബർ ആ ഒരു പ്രസംഗം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തുണി പൊന്തി എന്ന് പറയുന്നത് അക്ബറിന്റെ വാക്കല്ല, അത് ഈ ക്രിസംഗികളും എക്സ് മുസ്ലിങ്ങളും ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. കർട്ടന്റെ തുണി പൊന്തി എന്നുള്ളത്. അതിനെ ഇദ്ദേഹം അവഹേളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇസ്ലാമിനെ, പ്രവാചകനെ അവഹേളിക്കുകയാണ്. അക്ബർ സാഹിബിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നാണില്ലേ ഇതുപോലത്തെ അശ്ലീലമായിട്ടുള്ള തുണി പൊന്തി എന്നൊക്കെ പറയാൻ വേണ്ടി? ആരാണ് പറഞ്ഞത് ഇതുപോലെ തുണി പൊന്തി എന്നൊക്കെ? ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്രിസംഗികളും ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ അക്ബർ സാഹിബ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്തരത്തിലൊരു കഥ ഇസ്ലാമിന്റെ ഒരു പ്രമാണത്തിലും ഇല്ല എന്ന് പറയുമ്പോൾ ഈ അനിൽ കൊടിത്തോട്ടം വന്നിട്ട് അക്ബർ സാഹിബാണ് പറയുന്നത് തുണി പൊന്തിയപ്പോൾ പ്രവാചകൻ കണ്ടു, പ്രവാചകന് ലൈംഗിക താല്പര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു പുറമ്പോക്ക് ബീജത്തിൽ ജനിച്ചിട്ടുള്ള ഒരു മനുഷ്യന് മാത്രമല്ല ഇങ്ങനെ പറയാൻ കഴിയുക. ഒരാളെ തേജോവധം ചെയ്യാനോ വ്യക്തിഹത്യ ചെയ്യാനോ അല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുക. അപ്പോൾ ഇത്തരം പ്രവാചകനെ അവഹേളിക്കാൻ വേണ്ടി എല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നത് ശരിയല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി അക്ബർ സാഹിബ് പറഞ്ഞിട്ടുള്ള പ്രഭാഷണത്തെ പകുതി വെച്ച് കക്ഷി ചെയ്തുകൊണ്ട് വന്ന് അയാൾ അതിനെ സംപ്രേഷണം ചെയ്തുകൊണ്ട് പറയുകയാണ്, അക്ബർ ദേ പറയുന്നു പ്രവാചകൻ സൈനബ് റളിയല്ലാഹു അൻഹയെ തുണി പൊന്തിയപ്പോൾ നഗ്നയായി കണ്ടു കഴിഞ്ഞിട്ട് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് കാമാസക്തി വന്നു എന്നൊക്കെ പറയുന്നത് അസംബന്ധമാണ് സുഹൃത്തുക്കളെ, പറയരുത് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ അതിനെ നേരെ അവതരിപ്പിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയും ഇത്തരം ആളുകൾ ഒരു പുറമ്പോക്ക് ബീജത്തിന്റെ ഉൽപ്പന്നമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഈ ആയത്തിന്റെ തുടക്കം ഞാനൊന്ന് നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുകയും അള്ളാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് പറഞ്ഞിരുന്ന സന്ദർഭം ഓർക്കുക. അപ്പോൾ ഇവിടെ ഈ ആയത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് നീ അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ള ഒരാൾ, അതാരാണ്? റസൂൽ. ഈ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ള ഒരാൾ, അതായത് റസൂൽ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ള ദായിദ്. ഈ ദായിദിനോട് നീ പറയുകയാണ് നിന്റെ ഭാര്യയെ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുക.
ഇതാണല്ലോ ആയത്തിന്റെ തുടക്കം. ഇത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവരുടെ വിവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. റസൂലിന്റെ വളർത്തുപുത്രനായിട്ടുള്ള ദായിദ് റളിയല്ലാഹു അൻഹും സൈനബ് റളിയല്ലാഹു അൻഹും തമ്മിലുള്ള വിവാഹം റസൂലാണ് അത് നടത്തി കൊടുക്കുന്നത്. അങ്ങനെ അവർ വിവാഹം കഴിച്ച് ആദ്യത്തെ മാസങ്ങളിൽ തന്നെ ഈ ഒത്തുചേർന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ദായിദ് റളിയല്ലാഹു അൻഹു വന്ന് എപ്പോഴും കംപ്ലൈന്റ് പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത്. എന്താണ് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത്? ദായിദിനോട്, നിന്റെ ഭാര്യയെ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുക, നീ അവരുമായിട്ട് ജീവിക്കുക, അവരെ തലാക്ക് കൊടുക്കുന്ന വിഷയം നീ ചിന്തിക്കുകയേ വേണ്ട എന്ന് എപ്പോഴും വന്ന് ദായിദ് റളിയല്ലാഹു അൻഹു അവരുമായിട്ട് ഒന്നിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട് പ്രവാചകരെ എന്ന് പറയുമ്പോഴൊക്കെ നീ നിന്റെ ഭാര്യയെ നിന്റെ അടുത്ത് നിർത്തിപ്പോരുക എന്ന ഉപദേശം കൊടുത്ത് തിരിച്ചയക്കും. ഞാൻ ദുആ ചെയ്യുന്നു, അള്ളാഹ് നിങ്ങളുടെ കുടുംബജീവിതം നന്നാക്കി തരും എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് തിരിച്ചയക്കും. അങ്ങനെ ഏകദേശം ഒന്നിച്ചിടാനും വർഷം കഴിഞ്ഞപ്പോൾ തീരെ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദായിദ് റളിയല്ലാഹു അൻഹുവിന് തലാക്ക് കൊടുക്കാനുള്ള അനുവാദം നൽകുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് പകരം നബി നഗ്നമായി കണ്ട് ദായിദിനെ വിളിച്ചിട്ട്, വാ ഇങ്ങോട്ട് വാ, തലാക്ക് കൊടുക്കുക, ഞാൻ കെട്ടിക്കൊള്ളാം, ഇങ്ങനെയൊക്കെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഇസ്ലാമിനെ അവഹേളിക്കുന്നത് കൊണ്ട് ഇസ്ലാമിന് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടെന്നാൽ ഈ ഒരൊറ്റ ആയത്ത് കൊണ്ട് പാശ്ചാത്യ ലോകത്ത് നൂറുകണക്കിന് ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ഈ ഒരൊറ്റ ആയത്ത് കൊണ്ട്. ഈ ആയത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന 10 സന്ദേശങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ജനങ്ങളിൽ ഒരുപാട് നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ, നൂറുകണക്കിന് നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു പാശ്ചാത്യ ലോകത്ത്. ഫുർഖാൻ ലഭിച്ചിട്ടുള്ള, സത്യവും അസത്യവും തിരിച്ചറിയാൻ കഴിവ് ലഭിച്ചിട്ടുള്ള പണ്ഡിതന്മാരിൽ ഈ ആയത്തിന് 1, 2, 3 എന്ന് നമ്പർ ഇട്ടുകൊണ്ട് 10 സന്ദേശങ്ങൾ ഈ ആയത്തിൽ അടങ്ങിയിരിക്കുന്നത് അവർ വിവരിച്ചു കൊടുക്കുകയാണ്. ആ 10 സന്ദേശങ്ങൾ ഞാനിവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിലൊന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഈ ആയത്ത് കൊണ്ട് ഒരുപാട് മുസ്ലിങ്ങൾക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ദത്തുപുത്രന്മാർ, വളർത്തുപുത്രന്മാർ ഒരുപാട് മാതാപിതാക്കന്മാരെ അവരുടെ അനന്തരാവകാശം കിട്ടാൻ, അവർ താമസിക്കുന്ന വീടടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അവരുടെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവരെ നിർദാക്ഷിണ്യം കൊന്നുകളയുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ അവർ സ്ലോ പോയിസൺ കൊടുത്തു കൊന്ന കേസുകളുണ്ട്. അതേപോലെ തന്നെ ഈ ദത്തുപുത്രൻ കൂട്ടുകാരോട് അവരുടെ വീട് വന്ന് കൊള്ളയടിക്കാൻ ആവശ്യപ്പെടുകയും കൊള്ളയടിക്കാൻ വന്നവർ മാതാപിതാക്കളെ കൊന്നു എന്ന് വരുത്തി തീർക്കുകയും ചെയ്തുകൊണ്ട് മാതാപിതാക്കളെ കൊന്നവരുണ്ട്. കൊട്ടേഷൻ സംഘത്തിന് പൈസ കൊടുത്തുകൊണ്ട് വളർത്തുപുത്രന്റെ മാതാപിതാക്കൾ പുറത്തു പോകുന്ന സമയത്ത് അവരെ നിർദാക്ഷിണ്യം കൊല്ലിച്ചിട്ടുള്ള കേസുകളുമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഫോസ്റ്റർ സൺ കിൽഡ് പാരൻസ് അല്ലെങ്കിൽ അഡോപ്റ്റഡ് സൺ കിൽഡ് പാരൻസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർദാക്ഷിണ്യം കൊല ചെയ്യപ്പെടേണ്ട അവസരം അവർക്ക് ഉണ്ടായില്ല. കാരണം ഈ ഒരു ആയത്തോട് കൂടിയിട്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദത്തെടുക്കൽ വളരെ വിരളമാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദത്തുപുത്രന്മാരുടെ കൈകളാൽ കൊല ചെയ്യപ്പെടുന്നതെന്ന് അവർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ആയത്തിൽ അടങ്ങിയിരിക്കുന്ന ഒന്നാമത്തെ സന്ദേശം. രണ്ടാമത്തെ സന്ദേശം ഇതിൽ പറയുന്നത്, നിങ്ങളൊരു ദത്തുപുത്രനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ആ ദത്തുപുത്രനോട് കൂട്ടിച്ചേർത്ത് പറയരുത്. കാരണം നിങ്ങൾ ആ കുട്ടിയുടെ അച്ഛൻ ആകാൻ പാടില്ല. ആ കുട്ടിയുടെ അച്ഛൻ ആരാണോ, ബയോളജിക്കൽ ഫാദർ ആരാണോ, ആ കുട്ടിയുടെ അച്ഛൻ ആരാണോ, ആ അച്ഛന്റെ പേരിലാണ് ഈ കുട്ടി അറിയപ്പെടേണ്ടത്. അല്ലാതെ എട്ടുകാരി മമ്മൂഞ്ഞിന്റെ പോലെ നിങ്ങളുടെ പേര് ആ കുട്ടിക്ക് നൽകാൻ പാടില്ല എന്നുള്ളതാണ് ഈ ആയത്തിൽ നിന്ന് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദായിദ് റളിയല്ലാഹു അൻഹുവിനെ വളർത്തുപുത്രനായി എടുത്തിരുന്ന സമയത്ത് ദായിദ് ബിൻ മുഹമ്മദ് എന്നാണ് അറിഞ്ഞിരുന്നത്. പിന്നീട് അള്ളാഹുവിന്റെ ആയത്ത് വന്നു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദായിദ് ബിൻ ഹാരിസ് എന്ന് നാമകരണം ചെയ്തു. കാരണം ദായിദിന്റെ പിതാവ് ഹാരിസ് ആയിരുന്നു. അപ്പോൾ ദായിദ് ബിൻ ഹാരിസ് എന്ന് ദായിദ് റളിയല്ലാഹു അൻഹു അറിയാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളുടെ ദത്തുപുത്രന്മാർക്ക് അല്ലെങ്കിൽ ആർക്കും ആവട്ടെ, നിങ്ങളൊരു കുട്ടിയെ എടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്ന സമയത്തും അല്ലെങ്കിൽ ആ കുട്ടി വലുതായിട്ട് അതിൻ്റെ വിവാഹ സമയത്തും ഒക്കെ ആ കുട്ടിയുടെ പേരിന് ശേഷം നിങ്ങളുടെ പേരാണ് ചേർക്കുന്നത്. അങ്ങനെ ആ കുട്ടിയുടെ പേരിന് ശേഷം നിങ്ങളുടെ പേര് ചേർക്കുന്നത് ആ കുട്ടിയുടെ മാതാവിനോടുള്ള ഒരു ഇറസ്പെക്റ്റ് ആണ്, ബഹുമാനക്കുറവാണ്. കാരണം ആ കുട്ടി നിങ്ങളുടെ ബീജത്തിൽ ആ കുട്ടിയുടെ മാതാവിൽ ജനിച്ചു എന്ന ഒരു സന്ദേശവും ആ കുട്ടിയുടെ പേരിന്റെ കൂടെ നിങ്ങളുടെ പേര് ചേർത്ത് വിളിക്കുമ്പോൾ ഉണ്ടാകുന്നുള്ളൂ. ഇത് ഇന്ന് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, പള്ളിയിലെ പാതിരിമാരെ അച്ഛൻ, ഫാദർ, പിതാവ് എന്നാണ് വിളിക്കുന്നത്. പള്ളിയിലെ പാസ്റ്ററിനെ അച്ഛൻ, പിതാവ്, ഫാദർ എന്ന് വിളിക്കുമ്പോൾ അത് നിങ്ങളുടെ മാതാവിനോട് ചെയ്യുന്ന ഒരു അനീതിയാണ്.
ആ വ്യക്തിയുടെ ബീജത്തിൽ നിങ്ങളുടെ മാതാവിൽ കൂടെ നിങ്ങൾ ജനിച്ചു എന്നാണല്ലോ അതിന്റെ വ്യംഗ്യമായിട്ടുള്ള അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഈ പള്ളിയിലെ പാസ്റ്ററിനെ അച്ഛൻ, പിതാവ്, ഫാദർ എന്ന് വിളിക്കുന്നത് അവസാനിപ്പിക്കണം. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ പേര് വിളിക്കുക, അല്ലെങ്കിൽ പാസ്റ്റർ എന്ന് വിളിക്കുക. നിങ്ങൾ അദ്ദേഹത്തെ അച്ഛനോ പിതാവെന്നോ ഫാദറിനോ വിളിക്കുന്നത് അത് നിർത്തുക. ഇതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ സന്ദേശം. മൂന്നാമതായിട്ട് ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം എന്തെന്നാൽ, നിങ്ങളുടെ കൂട്ടുകുടുംബത്തിൽ ജ്യേഷ്ഠന്റെയും അനുജന്റെയും ബാക്കി നിങ്ങളുടെ ബന്ധക്കാരുടെയും എല്ലാം കൂട്ടുകുടുംബത്തിൽ, നിങ്ങൾ വലിയ കുടുംബം നിങ്ങൾക്കുണ്ടാകുമല്ലോ. ആ കുടുംബത്തിനകത്ത് ഒരുപാട് യുവതി യുവാക്കൾ ഉണ്ടാകും, ചെറുപ്പക്കാരും പെൺകുട്ടികളും വിവാഹം കഴിക്കാത്തവർ. അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുമ്പോട്ട് വരണം, നിങ്ങൾ ബ്രോക്കർ ചെയ്യണം അവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് എന്ന സന്ദേശമാണ് ഇത് മൂന്നാമതായിട്ട് നൽകുന്നത്. കാരണം എന്തെന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബ്രോക്കർ ആയിക്കൊണ്ട്, ഏജന്റ് ആയിക്കൊണ്ടാണ് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെയും സൈനബ് റളിയല്ലാഹു അൻഹയുടെയും വിവാഹം നടത്തി കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ഈ മാട്രിമോണിയൽ പോലെയുള്ള സൈറ്റുകളൊക്കെ അവലംബിക്കുന്നതിന് പകരം നമ്മുടെ കുടുംബത്തിലും കൂട്ടുകുടുംബത്തിലുള്ള കുട്ടികളും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കൾക്കും ഒക്കെ വിവാഹബന്ധങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആഹ്വാനം നൽകുന്നതാണ് ഇതിലെ മൂന്നാമത്തെ സന്ദേശം. നാലാമത്തെ സന്ദേശം എന്തെന്നാൽ, നിങ്ങൾ അങ്ങനെ ഒരു വിവാഹം ഏർപ്പെടുത്തി കൊടുത്തിട്ട് അത് തലാഖാവും എന്ന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തലാഖ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യവുമില്ല എന്നാണ് നാലാമത് നൽകുന്ന സന്ദേശം. നമുക്കറിയാം, നമ്മുടെ കൂട്ടുകുടുംബത്തിൽ തന്നെ ചില ആൺകുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ജോഡി നമുക്കറിയാം. ഇന്ന സ്ഥലത്തുള്ള ഇന്ന ആളുടെ പെൺകുട്ടി, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് പറ്റിയിട്ടുള്ള ഒരു ജോഡി, ഒരു ആൺകുട്ടി ഉള്ളതായിട്ട് നമുക്കറിയാം. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ട് അവരുടെ വിവാഹബന്ധം നടത്തി കൊടുക്കേണ്ട വിഷയത്തിൽ അവരുടെ മാതാപിതാക്കളോട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ, എങ്ങാനും ആ വിവാഹം നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ള പ്രപ്പോസൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം അത് തലാഖാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരെ വിരൽ ചൂണ്ടിയാൽ പ്രശ്നമാവില്ലേ എന്ന് പേടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിവാഹം നടത്തി കൊടുക്കുക. തലാഖായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്രശ്നമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തി കൊടുത്തിട്ടുണ്ടായിരുന്ന വിവാഹം തലാഖായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ വിവാഹം തലാഖായെങ്കിൽ നിങ്ങൾ നടത്തുന്ന വിവാഹം തലാഖാവുന്നതിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട. ഇതാണ് നാലാമത്തെ സന്ദേശം ഈ ആയത്ത് നൽകുന്നത്. ഇനി അഞ്ചാമതായിട്ട് ഈ ആയത്ത് നൽകുന്ന സന്ദേശം എന്തെന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സൈനബ് റളിയല്ലാഹു അൻഹയുടെ പ്രപ്പോസലുമായിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ പ്രപ്പോസലുമായി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടുകാർ വളരെയധികം സന്തോഷിക്കുകയും വളരെയധികം സന്തോഷത്തോടുകൂടി നബിയെ സ്വീകരിക്കുകയും ചെയ്തു. അവർ വിചാരിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ വേണ്ടി പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വരുന്നു എന്നാണ് സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വന്തം വളർത്തു മകനെ കുറിച്ചിട്ടാണ് പ്രപ്പോസൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ ആ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. കാരണം പ്രപ്പോസൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മാന്യ വ്യക്തിയാണല്ലോ, പ്രവാചകനാണല്ലോ എന്നതാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്തെന്നാൽ, സമൂഹത്തിലെ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മതപണ്ഡിതൻ നമ്മളുടെ മകൾക്കോ മകനോ വേണ്ടിയിട്ട് ഒരു പ്രപ്പോസലും കൊണ്ടുവരുന്ന സമയത്ത് അതിനെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പരിഗണിക്കണം. കഴിയുമെങ്കിൽ ആ വിവാഹം നടത്തി കൊടുക്കണം. ഇതാണ് ഈ ആയത്തിന്റെ അഞ്ചാമത്തെ സന്ദേശം. ഈ ആയത്ത് ആറാമതായിട്ട് നൽകുന്ന സന്ദേശം എന്തെന്നാൽ, വിവാഹത്തിൽ ഉച്ചനീചത്വങ്ങൾ പാടില്ല എന്നുള്ളതാണ് ആറാമത്തെ സന്ദേശം. എന്തുകൊണ്ടെന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹയും സയ്യിദ് റളിയല്ലാഹു അൻഹും തമ്മിലുള്ള വിവാഹം നടത്തി കൊടുക്കുന്ന സമയത്ത് സൈനബ് റളിയല്ലാഹു അൻഹ ഒരു ഉന്നത കുലജാതയും, എന്നാൽ സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതന്ത്രനാക്കിയ ഒരു അടിമയുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾക്ക് ഒന്നും വില കൽപ്പിക്കാതെ അവിടെ ഒരു വിവാഹം നടന്നിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇത്തരത്തിലൊരു ഉച്ചനീചത്വങ്ങൾക്ക് നിങ്ങൾക്ക് സ്ഥാനം നൽകേണ്ട എന്നൊരു സന്ദേശം ആറാമതായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഏഴാമതായിട്ട്, തലാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പരസ്പരം ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ കുറ്റം പറയാൻ പാടില്ല. എനിക്ക് തലാക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയ്ക്ക് തലാക്ക് മേടിച്ചിട്ട് പോകാം, എനിക്ക് തലാക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന് തലാക്ക് മേടിച്ചു പോകാം. ഇതാണ് ഏഴാമത് നൽകുന്ന സന്ദേശം. എന്തുകൊണ്ടെന്നാൽ, വിവാഹത്തിന് ശേഷം സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരുപാട് പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ തുടക്കത്തിലെ കാലങ്ങളിലും ഒരു കൊല്ലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഒരുമിച്ച് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പ്രവാചകരെ, എനിക്ക് തലാക്ക് വേണം എന്ന് പലപ്പോഴും പറയുമ്പോഴും ആ ആയത്തിന്റെ തുടക്കത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നീ നിന്റെ ഭാര്യയെ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എത്രയോ പ്രാവശ്യം വന്നിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പ്രവാചകരെ, അവരുമായിട്ട് ഒത്തുപോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ കുറ്റം അന്വേഷിച്ചറിയുന്നില്ല. എത്രയെന്നാൽ തലാഖ് ആവുന്നത് വരെ രണ്ടുപേരും പരസ്പരം സയ്യിദിന്റെ കുറവ് എന്താണെന്നും
സൈനബ റളിയല്ലാഹു അൻഹയുടെ കുറവ് എന്താണെന്നും പരസ്പരം ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ തലാക്ക് മേടിക്കുന്ന സമയത്ത് ഒരു ഭാര്യ അദ്ദേഹത്തിന്റെ അവളുടെ ഭർത്താവിനെ കുറിച്ചിട്ട് ഭാര്യയുടെ വീട്ടുകാരോടോ അല്ലെങ്കിൽ തലാക്ക് നൽകുന്ന കമ്മിറ്റിക്കാരോടോ ആരോടും തന്നെ ഒന്നും തന്നെ ഒരു കുറ്റം, ഭർത്താവിന്റെ കുറ്റം ഭാര്യ പറയാൻ പാടില്ല, ഭാര്യയുടെ കുറ്റം ഭർത്താവ് പറയാൻ പാടില്ല. ഇതാണ് ഈ ആയത്തിൽ നൽകുന്ന 7ാമത്തെ സന്ദേശം. നിങ്ങൾ തലാക്ക് വാങ്ങിക്കാം, ഭാര്യ ഭർത്താവിന്റെ വസ്ത്രമാണ്, ഭർത്താവ് ഭാര്യയുടെ വസ്ത്രമാണ് എന്നാണ് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭർത്താവിന് എന്തെല്ലാം ന്യൂനതകൾ ഉണ്ടെങ്കിലും ഭാര്യയ്ക്ക് അത് പറയാൻ അനുവാദമില്ല. അതേപോലെ തന്നെ ഭാര്യയ്ക്ക് എന്തെല്ലാം കുറ്റങ്ങൾ ഉണ്ടെങ്കിലും ഭർത്താവിന് അത് പറയാൻ അനുവാദമില്ല എന്നുള്ളതാണ് ഈ ആയത്തിലെ 7ാമത്തെ സന്ദേശം. ഇനി 8ാമത്തെ സന്ദേശം, ആളുകളൊക്കെ പറയുന്നത് ഞാൻ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഒരുപാട് ഇബാദത്തൊക്കെ ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ ഞാൻ ദുആ ചെയ്തിട്ട് അള്ളാഹ് കേൾക്കുന്നില്ല എന്ന് സങ്കടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കുള്ള മറുപടിയാണ് ഇതിൽ 8ാമത്തെ സന്ദേശമായി കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ, പ്രവാചകരെ എൻ്റെ ജീവിതം ശരിയാവുന്നില്ല, എനിക്ക് ഒത്തുപോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് സായിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നപ്പോഴൊക്കെ നീ നിന്റെ ഭാര്യയെ നിന്റെ അടുത്ത് നിർത്തിപ്പോരുക, ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, നിന്റെ കുടുംബം നന്നാവും എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വസിപ്പിച്ചിട്ടുള്ള ആ കുടുംബം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള അഷ്റഫുൽ ഖൽക്കിന്റെ ദുആ അള്ളാഹ് കബൂൽ ചെയ്യുകയുണ്ടായില്ല. ഇവരുടെ വിവാഹം പാളിപ്പോവുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ അള്ളാഹു കബൂൽ ചെയ്തിട്ടില്ല, പിന്നെ നിങ്ങളുടെ ദുആ കബൂൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിലപിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു നിങ്ങളുടെ ദുആ കബൂൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഖൈറുണ്ട് എന്നുള്ള സന്ദേശമാണ് ഈ ഖുർആനിൽ 8ാമതായിട്ട് നൽകുന്നത്. അതാണ് 8ാമത്തെ സന്ദേശം. 9ാമത്തെ സന്ദേശം എന്തെന്നാൽ, നിങ്ങൾ എത്രയും ക്ഷമിക്കാൻ കഴിയുന്നു വിവാഹ ജീവിതത്തിൽ അത്രയും ക്ഷമിക്കുക, അതിന്റെ മാക്സിമം ക്ഷമിക്കുക എന്നുള്ളതാണ്. കാരണം സായിദ് റളിയല്ലാഹു അൻഹു തന്റെ വിവാഹത്തിന്റെ തുടക്കകാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറയുകയാണ്, പ്രവാചകരെ എനിക്ക് ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട് എന്ന് പറയുമ്പോഴൊക്കെ നീ നിന്റെ ഭാര്യയെ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുക എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ സന്ദേശം എന്തെന്നാൽ, എല്ലാ മാതാപിതാക്കളും അവരുടെ കുട്ടികൾ വന്നിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, ഡിവോഴ്സ് വേണം എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ എന്താണ് പറയേണ്ടത്? നീ നിന്റെ ഭാര്യയെ നിന്റെ അടുത്ത് നിർത്തിപ്പോരുക. അത് പെണ്ണാണ് വന്ന് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ നിന്റെ ഭർത്താവിനെ സഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്ന് അഡ്വൈസ് കൊടുക്കുക മാക്സിമം. എന്നിട്ട് ഒരു കൊല്ലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സായിദ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുകയും പിന്നീട് തലാഖാവേണ്ട ചുറ്റുപാട് വന്നു കഴിഞ്ഞപ്പോൾ തലാഖാവുകയും ചെയ്തു. അപ്പൊ ഇതിൽ ഈ ആയത്തിന്റെ 9ാമത്തെ സന്ദേശം എന്തെന്നാൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാക്സിമം അഡ്ജസ്റ്റ് ആവുക, മാക്സിമം അഡ്ജസ്റ്റ് ആവുക, മാക്സിമം അഡ്ജസ്റ്റ് ആവുക. അങ്ങനെ അഡ്ജസ്റ്റ് ആവാൻ പറ്റാത്തൊരു ചുറ്റുപാടിലാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും തലാഖ് വാങ്ങി പിരിയാനുള്ള അനുവാദം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പരസ്പരം ചെറിവാരി എറിയാതെ തന്നെ രണ്ടുപേർക്കും തലാഖ് വാങ്ങി പിരിയാൻ പറ്റും. ഇതാണ് 9ാമത്തെ സന്ദേശം. ഇതിലെ 10ാമത്തെ സന്ദേശം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രധാനമുള്ള ഒരു സന്ദേശമാണ്. ആ സന്ദേശം എന്തെന്നാൽ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നീ ജനങ്ങളെ പേടിച്ചു. പേടിക്കേണ്ട അർഹത അള്ളാഹുവിനാണ്. എന്താണ് ജനങ്ങളെ പേടിച്ചു എന്ന് പറയാൻ കാരണം, സായിദ് റളിയല്ലാഹു അൻഹു തലാഖ് ചെയ്തതിന് ശേഷം അവരെ വിവാഹം കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആജ്ഞാപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവാഹം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുന്നില്ല. ആ നാട്ടിൽ അന്നത്തെ കാലത്ത് വളർത്തുപുത്രൻ വിവാഹമോചനം ചെയ്തിട്ടൊരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നുള്ളത് അവിടെ ഒരു അക്സെപ്റ്റ് ആവാത്തൊരു സമ്പ്രദായമായിരുന്നു. അത്തരത്തിലൊരു സമ്പ്രദായം താൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ എങ്ങനെ അതിനെ വിലയിരുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് പറയുന്നത് നീ ജനങ്ങളെ ഭയപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്തെന്നാൽ, നമ്മൾ ഭയപ്പെടാൻ പാടില്ല. ഇവിടെ ഇന്നത്തെ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ നാട്ടിൽ ഏകദേശം 10-40ഓളം ആളുകളെ ബീഫ് തിന്നതിന്റെ കെയർ ഓഫിൽ തള്ളിക്കൊന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു 10-72 വയസ്സുള്ള ഒരു പാവപ്പെട്ടിട്ടുള്ള ഒരു വയസ്സായ ഒരു മനുഷ്യനെ എല്ലാവരും കൂടിയിട്ട് തല്ലി നശിപ്പിക്കുന്ന വീഡിയോ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിസ്സാരമായ കാര്യങ്ങളും കുറ്റങ്ങളും ഇല്ലാത്ത കുറ്റങ്ങളും ഒക്കെ ചുമത്തിയിട്ട് വീടുകളൊക്കെ ബുൾഡോസർ വെച്ച് അടിക്കുകയും അവരുടെ വാഹനങ്ങളൊക്കെ തല്ലി തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് പേടിക്കരുത് എന്നൊരു സന്ദേശമാണ് ഈ ഖുർആൻ നൽകുന്നത്. എന്തുകൊണ്ടെന്നാൽ, കുറെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകളൊക്കെ തല്ലിപ്പൊളിക്കുകയും ബുൾഡോസർ വരികയും നമ്മളെയെല്ലാം പിടിച്ച് ഡിറ്റൻഷൻ സെന്ററിലേക്ക് കൊണ്ടുപോവുകയും നമുക്ക് ചെറുത്ത് നിൽക്കേണ്ട ഒരു ഘട്ടം വരികയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നിയമങ്ങളോ പോലീസോ കോടതിയോ ഒക്കെ ഭയപ്പെടുന്നതിനേക്കാളുപരി അതിനെയൊക്കെ ബഹുമാനിക്കുകയും അതിനനുസരിക്കുകയുമാണ് വേണ്ടത്. പക്ഷെ
പേടിക്കാൻ പാടില്ല, ഭയപ്പെടാൻ പാടില്ല. നമുക്ക് മുമ്പിൽ ഇവര് കുറുവടിയും അല്ലെങ്കിൽ വാളും കുന്തവുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വെറുതെ നിന്ന് കൊടുത്താൽ തന്നെ മാത്രം മതി. നിങ്ങളെ അള്ളാഹു മലക്കുകളെ ഇറക്കിക്കൊണ്ട് അള്ളാഹു നിങ്ങളുടെ സൈഡിൽ നിന്ന് അവരോട് യുദ്ധം ചെയ്യും എന്നാണ് ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടത്. അതാണ് ഇതിന്റെ 10ാമത്തെ സന്ദേശം. എന്തുകൊണ്ടെന്നാൽ ബദറിൽ നിസാരമായിട്ടുള്ള സഹാബിമാര് ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കളെ എങ്ങനെ അവർ കൊന്നൊടുക്കി എന്നുള്ളത് ഇന്നും ജനങ്ങളുടെ ചിന്തയിൽ മനസ്സിലാവുന്നില്ല. അതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അള്ളാഹു മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിങ്ങളെ ബദറിൽ സംരക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സംരക്ഷിച്ച റബ്ബ് ഇന്ന് നിങ്ങളെ സംരക്ഷിക്കും, മുസ്ലിങ്ങളെ സംരക്ഷിക്കും. അത് കുറുവടിയോ വാളോ പരിചയോ അല്ലെങ്കിൽ കുന്തമോ ആയിട്ട് നിങ്ങളെ വീട് തല്ലിപ്പൊളിക്കാനും ബുൾഡോസറായിട്ട് വരുമ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മലക്കുകളെ ഇറക്കി അള്ളാഹു സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഈ സന്ദേശം നിങ്ങൾ ഉൾക്കൊള്ളണം. നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടരുത്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ ചുറ്റുപാട് എന്താണ്, അവരുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഞാൻ നിഷ്പക്ഷനാണ്, ഞാൻ മുസ്ലിമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. ഞാൻ മുസ്ലിമാണ്, ഞാൻ ജനങ്ങളെ ഭയപ്പെടുന്നില്ല, ഞാൻ ഇവിടുത്തെ കുറുവടിയും കുന്തവും ഭയപ്പെടുന്നില്ല, എന്നെ സംരക്ഷിക്കാൻ അള്ളാഹു ഉണ്ട് എന്ന ഒരു വിശ്വാസം, ആ ഒരു സന്ദേശമാണ് ഇവിടെ 10ാമതായിട്ട് നൽകുന്നത്. ഇത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സന്ദേശവുമാണ്. അപ്പോൾ ഈ 10 സന്ദേശങ്ങൾ അത് വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ പാശ്ചാത്യ നാടുകളിൽ പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായി ഈ ആയത്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഇവിടെ ഈ ആയത്തിന് ഇല്ലാത്ത മാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് അവരെ നഗ്നമായി കണ്ടു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വീഡിയോകൾ ചെയ്യുന്ന ഈ അനിൽ കുടിത്തോട്ടത്തിനും മറ്റുള്ളവർക്കുമൊക്കെ വീഡിയോ വരുമാനം എന്നുള്ളത് ഒന്നാമത്തെ അവരുടെ ലക്ഷ്യമാണ്. രണ്ടാമത്തത് സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ മനുഷ്യരെ പരസ്പരം തല്ലിപ്പിക്കുന്ന ഒരു സിദ്ധാന്തവുമായിട്ടാണ് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ആയത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്ന എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ ഈ ആയത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ജസാക്കല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.